സമാധാനമെന്ന പേരിൽ ഒരു മുറിയിൽ കയറ്റി കട്ടിലിൽ കിടത്തി സമാധാനത്തോടെ തിരുമുന്നു എന്ന് ഭാവിക്കുകയും എന്നാൽ മർമ്മസ്ഥാനങ്ങളിൽ നല്ലപോലെ അമർത്തുകയും ചെയ്യുന്ന ഒരു ഇംഗ്ലീഷ് മീഡിയം പണി വേണ്ടെന്നാണ് ഇറാൻ്റെ നിലപാട്. അടിയായി തന്നെ നടക്കട്ടെ എന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ. അതുകൊണ്ടാണ് കഴിഞ്ഞ രാത്രിയിലും ടെല്ലവീവിൽ മാലപ്പടക്കം പോലെ ഡാൻസിങ് മിസൈൽ അടിച്ചത് ഇറാൻ. കാരണം അവരുടെ മേൽ ഇസ്രയേൽ നടത്തുന്ന അടി നിർത്തുന്നില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ യുദ്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും തലയൂരണമെന്ന് ട്രംപിന് ആഗ്രഹമുണ്ട്. ട്രംപ് അതിനുവേണ്ടിയുള്ള എല്ലാ പഴുതുകളും തേടുകയാണ്. പക്ഷേ ട്രംപിന് അത് തേടുന്നെങ്കിലും ഡിമോണയിൽ കിട്ടിയ അടിയുടെ, നമ്മൾ സാധാരണ മോണയ്ക്ക് കൊടുക്കുന്നത് പോലെ മോണയിൽ കിട്ടിയ അടിയുടെ വേദന നിലനിൽക്കുമ്പോൾ അത് അവസാനിപ്പിച്ചാൽ നമ്മുടെ നെതന്യാഹുവിന് സമാധാനമാകില്ല. അതുകൊണ്ട് അതിൻ്റെ മേലൊരു വിജയം നേടി എവിടെയെങ്കിലും ഒന്ന് നിസ്സഹായരായ ഇറാനെ അടിച്ച് തകർത്തു വേണം ട്രംപ് പറഞ്ഞ വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാൻ. അതിനൊരു മാന്യമായ അവസരവും മലർന്നു കിടന്ന് നൽകുന്നില്ല ഇറാൻ. അങ്ങനെ നെഞ്ചത്ത് കയറി അടിച്ച് മിടുക്കനായി അവസാനിപ്പിക്കുന്ന അടി വേണ്ട എന്നതാണ്. നമ്മൾ സാധാരണ ഫുട്ബോളിലൊക്കെ ഉണ്ടല്ലോ ലാസ്റ്റ് നിമിഷം ഗോളടിച്ച് വിസിലടിക്കുന്നത്. അങ്ങനെ ഗോളടിപ്പിക്കാൻ തയ്യാറല്ല ഇറാൻ. ആകെ ഇസ്രയേൽ ഇതിന് സമ്മതിച്ചത് തന്നെ കൃത്യമായി 4 ഘട്ടങ്ങളിൽ. ഒരു തവണ ടെല്ലവീവിൽ, ഒരു തവണ ഡിമോണയിൽ, ഒരു തവണ അറാദിൽ, പിന്നെ ഒരു തവണ വീണ്ടും ടെല്ലവീവിൽ. എല്ലാ എയർ ഡിഫൻസും ഭേദിച്ച് കൃത്യമായി പതിച്ച് തകർത്തടിച്ചതുകൊണ്ടുകൂടിയാണ് എന്നാൽ ചർച്ചയായിക്കോട്ടെ എന്ന് ട്രംപിന് ഒരു അനുവാദം നൽകിയത്. ആ അനുവാദം മുതലാക്കി ട്രംപ് ചർച്ചയുമായി മുന്നേറുമ്പോഴും നമ്മൾ സാറിന് പറയത്തില്ലേ, സുരാജ് വെഞ്ഞാറമൂട് പറയുന്ന പോലെ കടി തീരുന്നില്ലല്ല തള്ളെ എന്ന് പറഞ്ഞതുപോലെ കടി തീരാതെ വീണ്ടും ചൊറിയുകയും അടിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തിനാണ്? കേമനായി അവസാനിപ്പിക്കാനാണ്. ആ കേമത്തരം കയ്യിലിരിക്കട്ടെ എന്ന നിലപാടാണ് ഇറാനുള്ളത്. അതുകൊണ്ട് അവർ അതേ നാണയത്തിൽ എല്ലാ അർത്ഥത്തിലും തിരിച്ചടിക്കുന്നുണ്ട്. ലാസ്റ്റ് ടെല്ലവീവിലും ആഞ്ഞടിച്ചു. ആ ആഞ്ഞടിയുടെ ആഘാതം അൽ ജസീറ TV പുറത്തുവിട്ടിട്ടുണ്ട്. ദൃശ്യങ്ങൾ യൂട്യൂബിലും മറ്റും കാണിക്കുന്നതിന് റെസ്ട്രിക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ആ ദൃശ്യങ്ങൾ കാണിക്കാതിരിക്കുന്നു എന്നേ ഉള്ളൂ. അതായത് ഇറാൻ സമ്പൂർണ്ണ വിജയം നേടുന്നത് വരെ അടിക്കും എന്നാണ് ഇറാൻ്റെ നിലപാട്. ഒരു വശത്തുകൂടി മുജിത്തബ ഖാംനെയി ട്രംപുമായുള്ള ചർച്ചകളൊക്കെ നടത്തുന്നു എന്ന് ചർച്ച ചെയ്യപ്പെടുമ്പോഴും പറയുമ്പോഴും അതൊക്കെ ഒരുപക്ഷെ അർദ്ധവാസ്തവമോ വാസ്തവമോ ആണെങ്കിൽ പോലും IRGC അവരുടെ ആക്രമണം നിർത്തുന്നില്ല. അവരടി തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇസ്ഫഹാനിൽ അടിച്ചപ്പോൾ ഹൈഫയിൽ തിരിച്ചടിച്ചു. ഇസ്ഫഹാൻ ഇറാൻ്റെ തന്ത്രപ്രധാനമായൊരു മേഖലയാണ്. ഹൈഫ ഇസ്രയേലിൻ്റെ വാണിജ്യ മേഖലയും അതിനേക്കാൾ പ്രധാനപ്പെട്ട സ്ഥലവുമാണ്. എന്നുവെച്ചാൽ പല്ലിന് പല്ല് കണ്ണിന് കണ്ണ് എന്ന നയത്തിലാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ കാലമേ കേൾക്കാമോ ഇനി ഇതുപോലൊരു ശബ്ദം എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു മനോഹരമായ വാചകവും ഇന്നലെ ഇറാനിൽ നിന്നുണ്ടായി. ലെബനനിലെയും അതുപോലെ സിറിയയിലെയും ഫലസ്തീനിലെയും ഒക്കെ സാധാരണക്കാരായ ജനങ്ങളെ ആക്രമിച്ചാൽ ഈ വെടിനിർത്തലൊന്നും ഞങ്ങൾ കണക്കിലെടുക്കില്ല, കടന്നാക്രമിക്കും ഇസ്രയേലിനെ എന്ന് പറഞ്ഞിട്ട് തെക്കൻ ഇസ്രയേലിൽ കനത്ത ആക്രമണം നടത്തി ഇറാൻ. ഞാൻ പറഞ്ഞത് അവരൊക്കെ തന്നെയും ഈ ഉയർത്തെഴുന്നേറ്റതുപോലെ കരുത്ത് നേടിയതുപോലെ വല്ലാത്തൊരു ആത്മവിശ്വാസത്തോടെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്.